So I need some assurance that this is safe. So this right here is an invitation to Governor Ivey to accompany me into the execution chamber. തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ അമേരിക്കയിൽ വീണ്ടും ഒരു വധശിക്ഷ. ഇത്തവണ ഏറെ പ്രത്യേകതയുള്ളതും പുതുമയുള്ളതുമായിരുന്നു. കൊലക്കുറ്റത്തിന് ദശാബ്ദങ്ങളായി ജയിലിൽ കഴിഞ്ഞിരുന്ന 58 വയസ്സുകാരൻ കെന്നത്ത് യൂജിൻ സ്മിത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത് ശ്വാസം മുട്ടിച്ചായിരുന്നു. നൈട്രജൻ വാതകം ഉപയോഗിച്ച് ഫേസ് മാസ്കിനുള്ളിലൂടെ നൈട്രജൻ കടത്തി ഓക്സിജന്റെ അളവ് കുറച്ചുകൊണ്ടുവന്നായിരുന്നു മരണം ഉറപ്പാക്കിയത്. അമേരിക്കയിലെ 36 സംസ്ഥാനങ്ങളിലെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് 1982 മുതൽ പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിച്ചുള്ള കുത്തിവെപ്പായിരുന്നു ഇതുവരെ സ്വീകരിച്ചിരുന്ന ഒരു ശിക്ഷാരീതി. 2022 നവംബർ മുതൽ സ്മിത്തിന്റെ വധശിക്ഷ കുത്തിവെപ്പിലൂടെ നടപ്പിലാക്കുവാൻ പല തവണ ശ്രമിച്ചെങ്കിലും ഞരമ്പുകൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുവാൻ സാധിക്കാത്തതുമൂലം ശിക്ഷ നടപ്പിലാക്കുന്നത് നീണ്ടു പോവുകയായിരുന്നു. സ്മിത്തിൻ്റെയും വക്കീലന്മാരുടെയും ശക്തമായ എതിർപ്പുകളെ അവഗണിച്ചായിരുന്നു നൈട്രജൻ ഉപയോഗിച്ചുള്ള വധശിക്ഷ എക്സിക്യൂട്ടീവ് ചെയ്തത്. കുമിഞ്ഞു കൂടുന്ന കടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സ്വന്തം ഭാര്യയെ കൊന്ന് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുവാനായി ചർച്ച് ഓഫ് ക്രൈസ്റ്റ് സഭയിലെ പാസ്റ്ററായ ചാൾസ് സെനറ്റ് സീനിയർ വാടകയ്ക്കെടുത്തതായിരുന്നു സ്മിത്തിനെയും സംഘത്തെയും. 1988 നടന്ന ഈ കൊലപാതകത്തിനായി സ്മിത്തിന് ലഭിച്ച ഓഫർ $1000 ആയിരുന്നു. ഒടുവിൽ പോലീസ് പിടിയിലാകും എന്ന് ഉറപ്പായപ്പോൾ പാസ്റ്റർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സ്മിത്തിനെ നൈട്രജൻ ഉപയോഗിച്ച് കൊല്ലുവാനുള്ള അലബാമ സംസ്ഥാന അധികാരികളുടെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. എന്നാൽ കുത്തിവെപ്പിലൂടെയുള്ള വധശിക്ഷാശ്രമം പലതവണ പാളിപ്പോയപ്പോൾ സ്മിത്ത് തന്നെ നിർദ്ദേശിച്ചതാണിതെന്നാണ് അറ്റോർണി ജനറലിൻ്റെ വാദം. വധശിക്ഷ നടപ്പിലാക്കിയ മുറിയുടെ കർട്ടൻ ഇട്ട് വീണ്ടും തുറന്നപ്പോൾ 22 മിനിറ്റ് കഴിഞ്ഞുവെന്നാണ് എക്സിക്യൂഷന് സാക്ഷ്യം വഹിച്ച അസോസിയേറ്റ് പ്രസിന്റെ പ്രതിനിധി പറഞ്ഞത്. Flow of nitrogen gas, Kenneth Smith laid on the gurney and shook for about 2 minutes, shaking and writhing on that gurney. The gurney did move several times there. ഓക്സിജന്റെ അളവ് താഴ്ന്നതോടെ ശ്വാസം കിട്ടാതെ മരണവെപ്രാളം കാണിച്ച സ്മിത്ത് ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. എന്നാൽ ശിക്ഷാവിധി നടപ്പിലാക്കുവാൻ മൊത്തം 2 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂവെന്നാണ് ജയിൽ അധികാരികൾ പറയുന്നത്. It's not a gas chamber, anything like that. Just put on a mask. It feels just like you're breathing normal air. But within approximately 15 seconds, you pass out, you lose consciousness, you go to sleep, and then within minutes, you pass away. നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷയുടെ പരീക്ഷണം കഴിഞ്ഞു. ഇനി മറ്റ് സംസ്ഥാനങ്ങൾക്കും നൈട്രജൻ ഹിപ്പോക്സിയ വധശിക്ഷ തുടരാം എന്നാണ് അറ്റോർണി ജനറൽ പറയുന്നത്. മരിക്കും മുമ്പ് സ്മിത്ത് പറഞ്ഞത്, ഇന്ന് രാത്രി അലബാമ സംസ്ഥാനത്ത് മനുഷ്യത്വം പിന്നോട്ട് നടക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. സ്നേഹത്തോടെ ഞാൻ മടങ്ങുകയാണ്, സമാധാനത്തോടെയും. കാലം മാറുമ്പോൾ പ്രതികളെ കാലപുരിക്കയക്കുവാനുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ എത്തുകയാണ് അമേരിക്കൻ ജയിലുകളിൽ. സ്മിത്ത് മണ്ണോട് ചേർന്നെങ്കിലും സ്മിത്തിൻ്റെ നൈട്രജൻ ഹിപ്പോക്സിയ വധശിക്ഷ വിവാദങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ അങ്ങനെ തുടരുകയാണ്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരിക്കര, 24.